ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ഒരു വാർത്താ ദിനം, വളരെ സജീവമായ ഒരു വാർത്താ ദിനം. അതിങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 4 മണി കഴിയുന്നു. ഇപ്പോൾ കൃത്യം സ്റ്റുഡിയോ ക്ലോക്കിൽ 4 മണി കഴിഞ്ഞ് 3 മിനിറ്റ് തീരാൻ പോവുകയാണ്. 4:04 ആവുന്നു. അല്പം ഒന്ന് വൈകിട്ടാണ് ഇന്ന് ഗുഡ് ഈവനിങ് ഷോ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കുറേ വാർത്തകളുണ്ട്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളും ഒക്കെ വന്നൊരു ദിവസമാണ്. അപ്പോൾ അതൊക്കെ പറയാനുണ്ട്. മാത്രമല്ല കുറേ അധികം വിശേഷങ്ങളുണ്ട്. മാത്രമല്ല നമ്മളെന്താ പാട്ട് ആദ്യം പാടാത്തതെന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും. ചില പ്രേക്ഷകർക്ക് ആദ്യം പാട്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പാട്ട് ഇടയ്ക്ക് പാടും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എൻഡിലോട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാടാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് അപ്പോൾ പ്രേക്ഷകർക്കെല്ലാം അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ തുടങ്ങല്ലേ. എല്ലാ പ്രേക്ഷകരെയും വളരെ എനർജറ്റിക്കായി ഊർജ്ജസ്വലതയോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും, നീപ്പല്ല ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു, അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. വെൽക്കം. അപ്പോൾ എന്നും പറയുന്നത് പോലെ പ്രേക്ഷകർ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ഷോ എന്നറിയാം. അതാ നിങ്ങളുടെ സ്ക്രീനിലേക്ക് ഒരു QR കോഡ് വരുന്നു. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മളെ വീഡിയോ കോൾ ചെയ്ത് ഈ സ്ക്രീനിലേക്ക് എത്താനുള്ള ഒരു ഓപ്ഷനാണ്. പെട്ടെന്ന് തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ അത് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നേരെ നമ്മുടെ ഇൻസ്റ്റാ FB പേജുകളിലേക്ക് പോവുക. 24-ൻ്റെ അവിടെ ഇതേ കോഡ്, ഈ QR കോഡ് തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അടുത്ത 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് വിളിക്കാം, നേരിട്ട് സംസാരിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് പോയാലോ? വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തയാണെന്ന് പറയാം. അതെ, പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചു എന്ന 24 വാർത്തയിലായിരുന്നു രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും. ഈ വാർത്ത കെ സുരേന്ദ്രൻ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. താൻ പദവിയിൽ തുടരണോ വേണ്ടയോ എന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. 24 വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി BJP ദേശീയ നേതൃത്വവും ഇന്ന് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇന്ന് ഗുഡ് മോർണിംഗ് വിത്ത് SKNലാണ് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിച്ചുവെന്ന വലിയ വാർത്ത 24 പുറത്തുവിട്ടത്. രാഷ്ട്രീയ കേരളം പിന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെയായി. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, രാജിവെക്കാൻ അനുമതി നൽകണം, ദേശീയ നേതൃത്വം വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ട കാര്യം വിശദമായി 24 റിപ്പോർട്ട് ചെയ്തു. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു. 24 വാർത്തയിൽ പ്രതികരണവുമായി തുടർന്ന് BJP ദേശീയ നേതൃത്വം രംഗത്തെത്തി. ആരും രാജിവെക്കില്ലെന്നും രാജി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രസ്താവന ഇറക്കി. സുരേന്ദ്രൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പാലക്കാട് പ്രഭാരി P രഘുനാഥ് രംഗത്തെത്തി. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഒരു വ്യക്തിയോ ഒരു നേതാവോ നയിക്കുന്നതല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള റോളിനെക്കുറിച്ച് വളരെ മതിപ്പോട് കൂടിയിട്ടാണ് കാണുന്നത്. കേരളം ഈ BJP വാർത്തയിൽ മാത്രം സജീവമായിരിക്കുമ്പോഴാണ് വാർത്താ സമ്മേളനത്തിനായി കെ സുരേന്ദ്രൻ എത്തിയത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. 24-ന്റെ വാർത്ത ശരിവെച്ചു. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ, ഇനി വ്യക്തത കുറവ് വേണ്ട, ഞാൻ വ്യക്തമായിട്ട് പറയാം. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. രാജിസന്നദ്ധതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു മറുപടി. താൻ തുടരണോ വേണ്ടയോ എന്ന കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി. പാലക്കാട് തോൽവിക്ക് ശേഷം BJPക്കകത്തും പുറത്തുമായി സുരേന്ദ്രനെതിരെ ആക്രമണം രൂക്ഷമാണ്. സംഘടനയ്ക്കകത്തും പുറത്തുമായി നേതാക്കളുടെ പ്രതികരണം ഏറുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചത്. കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതോടെ പാലക്കാട് തോൽവിയിലുള്ള വേട്ടയാടലിൽ നിന്നും സുരേന്ദ്രൻ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ BJPയിലെ പ്രശ്നങ്ങൾ ഇവിടെ തീരില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തിയ നേതാക്കൾക്ക് നേരെയുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി സംഘടന കടക്കുക. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി ഡൽഹിയിൽ KV തോമസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് കേന്ദ്ര ടീം
ശുപാർശകൾ എന്താണെന്ന് അത് നമുക്കറിയാം. നമ്മുടെ ഫയല് കണ്ടിട്ടില്ലല്ലോ. അവർക്കെല്ലാം ഉണ്ടാകാൻ യാതൊരു സാധ്യതയും പറഞ്ഞില്ല. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച സന്ദർഭത്തിൽ മറ്റൊത്തിരി ആളുകൾ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക സമയമെടുത്തിട്ടാണ് ഈ ഫയൽ ഞാൻ മാധ്യമങ്ങളോട് എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചു. പറഞ്ഞു സമയബന്ധിതമായി തീർക്കും എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. സ്വാഭാവിക കേരളത്തിന് ഗുണകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ സന്തോഷമല്ലേ. നമ്മളിപ്പോൾ എയിംസിന് വേണ്ടി പോയി, ഇപ്പോൾ നമ്മൾ എയിംസിന്റെ പുറകെയാണ്. നടക്കുമ്പോൾ നമുക്ക് സന്തോഷം കൂടുതലാണ്. നമ്മൾ എയിംസ് ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ അതിന്റെ പുറകെയാണ്. അപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക സഹായം കേരളത്തിന് ഉടനെ ലഭിക്കും. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനമന്ത്രിയിൽ നിന്ന് നേരിട്ട് ഉറപ്പ് ലഭിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. വെളുത്ത വൈക്കോലെന്താ കത്തേക്കറിയില്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ധനസഹായം വേണം എന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയായിരുന്നു. എന്തായാലും ചർച്ച നടത്തി അനുഭാവപൂർവ്വമായിട്ടുള്ള പ്രതികരണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഒരു അനുകൂല തീരുമാനം തന്നെയാണ്. എന്തായാലും കേരളത്തിന് ആവശ്യമായ തുക അനുവദിക്കും എന്ന് നൽകുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഒരു വാർത്ത നൽകുന്നത് തെറ്റില്ല എന്ന് തന്നെ ഇപ്പോൾ കെ വി തോമസ് വ്യക്തമാക്കി. അപ്പോൾ അത് വളരെ പ്രതീക്ഷയാണ്, വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രി. അതുകൊണ്ട് കേരളത്തിന്റെ ഈ ആവശ്യം അതിൽ ന്യായമുണ്ട് എന്ന് ഇപ്പോൾ മന്ത്രിക്ക് വ്യക്തമായിട്ടുണ്ട് എന്നാണ് കെ വി തോമസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേക പാക്കേജ് എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. അപ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ഇനി കേന്ദ്ര സർക്കാർ പരിഗണിക്കുക, ധനമന്ത്രി പരിഗണിക്കുക എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത്. പലപ്പോഴും കേരളം ഇതുപോലെയുള്ള ആവശ്യവുമായി ധനമന്ത്രിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതിൽ ഏത് തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വഴിവെച്ചതുമാണ്. നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ. മുഖ്യമന്ത്രി അടക്കം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടും പ്രധാനമന്ത്രി നേരിട്ട് വയനാട്ടിൽ എത്തിയിട്ടും ഈ കാര്യങ്ങളൊക്കെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടും കൃത്യമായ ഒരു ഫണ്ട് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായില്ല എന്നത് വലിയ ആക്ഷേപത്തിനിടയാക്കിയതാണ്. അതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം ചേരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കെ വി തോമസ് നേരിട്ട് ഡൽഹിയിലെത്തി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ടത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മന്ത്രിയോട് ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ പ്രതികരണം വിശ്വാസമുണ്ട് ഈ കാര്യത്തിൽ. വയനാടിന്റെ കാര്യം മാത്രമല്ല ഞങ്ങൾ എടുത്തത്, വയനാട് മാത്രമല്ല. വയനാടിന്റെ കാര്യത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. കേന്ദ്ര ടീമിന്റെ കിട്ടി, സംസ്ഥാനത്തിന്റെ കിട്ടി. അപ്പോൾ ഇത് സമയബന്ധിതമായി തീരുമാനമെടുക്കണം. മറ്റു പാക്കേജ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ആ റിപ്പോർട്ട് അനുസരിച്ചല്ലേ വരുള്ളൂ. അതിപ്പോ അവരാണല്ലോ ആ സമയത്ത് പറയുന്നത്. അതല്ല, അത് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നല്ല, അത് പ്രത്യേകമായിട്ട് തന്നെ വരും. കാരണം ഡിസാസ്റ്റർ ഫണ്ട് കേരളത്തിന് ഇനി വരാൻ പോകുന്ന ദുരിതങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കേരളത്തിന് കിട്ടുന്നൊരു ഫണ്ടാണല്ലോ. നമുക്കിപ്പോൾ വേണ്ടത് വയനാട് ദുരന്തത്തിൽ കിട്ടേണ്ട പ്രത്യേക പാക്കേജാണ് നമുക്ക് വേണ്ടത്. അതാണിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്ര ടീമും സമാനമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്ക് സമയബന്ധിതമായ താമസിക്കാതെ, കാരണം ഇപ്പം 4 മാസം കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ദുരിതമുണ്ട്. 4 മാസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ ജനങ്ങളൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ ആവശ്യം റിപ്പോർട്ട് സഹിതം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതുമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഉടൻ തന്നെ ഒരു നല്ല തീരുമാനം വരുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കേന്ദ്രമന്ത്രിയുമായി ഇതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. പ്രധാനമായും ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ചയായത്. അതിൽ പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നും കെ വി തോമസ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാമെന്ന് കരുതുന്നു അല്ലേ പ്രജൻ? യെസ്, എന്തായാലും അത് വളരെ പോസിറ്റീവായിട്ടൊരു വാർത്തയായി ഈ മണിക്കൂറിൽ മാറുന്നുണ്ട്. പ്രത്യേക പാക്കേജ് തന്നെ വേണം എന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. അല്ലാതെ സാധാരണഗതിയിൽ കേന്ദ്രം അനുവദിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് അല്ല വേണ്ടത്. അത് ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന അത്തരം കലാമിറ്റീസ്, അത്തരം ദുരന്തങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. അപ്പോൾ അതല്ലാതെ ഈ പറയുന്നത് പോലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിനുവേണ്ടി മാത്രമായി ഒരു സ്പെഷ്യൽ പാക്കേജ്, ഒരു പ്രത്യേക പാക്കേജ് വേണം, സാമ്പത്തിക പാക്കേജ് വേണം എന്ന കാര്യം കേരളം നിരന്തരം ആവശ്യപ്പെട്ടു. അത് അനുകൂലമായി തന്നെ ഇപ്പോൾ കണ്ടിട്ടുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി എന്നാണ് കെ വി തോമസ് വ്യക്തമാക്കുന്നത്. അതിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ വ്യക്തമാക്കുകയായിരുന്നു കെ വി തോമസ്. അപ്പോൾ ഇന്ന് പാർലമെന്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം അല്ലേ? അതെ, അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങുകയായിരുന്നു ഇന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിലെ ആദ്യ ദിനമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും
ബുധനാഴ്ച വരെ പിരിഞ്ഞു. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. माननीय सदस्यगण, मैं अत्यंत दुख के साथ सभा को വഖഫ് ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ പരിഗണിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഭരണ പ്രതിപക്ഷങ്ങളുടെ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കും എന്നതിന്റെ സൂചനയാണ് ആദ്യ ദിനം. അദാനി വിഷയം ഉയർത്തി കേന്ദ്ര സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. മുൻ അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ലോക്സഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചു. രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും സഭാധ്യക്ഷൻ തള്ളി. If you suspend today's business, we can explain because the Adani regarding this bribery case is affecting the entire country. Modi ji is supporting him. നിർത്തിവെച്ച് ഇരുസഭകളും വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. Not availing. Mr. Vaiko, you came to this house in 1974. Whole country is concerned about the water. ബുധനാഴ്ച വരെ ഇരുസഭകളും പിരിഞ്ഞു. സമ്മേളനത്തിനു മുമ്പായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ചു. ജനങ്ങൾ തള്ളിക്കളഞ്ഞവർ പാർലമെന്റിനെ അലങ്കോലപ്പെടുത്തുന്നുവെന്ന പ്രധാനമന്ത്രി. स्वस्थ चर्चा हो, ज्यादा से ज्यादा लोग चर्चा में अपना योगदान दें। दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है. നാളെ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. 24 ഡൽഹി. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇത്തരം വിഷയങ്ങളായിരിക്കും പ്രതിപക്ഷം ഉയർത്തുക. അദാനി വിഷയമുണ്ട്, മണിപ്പൂർ വിഷയമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ തന്നെ ഇനിയും സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഉറപ്പായിട്ടും അത്തരത്തിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇനി നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുഡ് ഈവനിങ് പ്രാപ്രാന്ന സൂരജ് പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഗുഡ് ഈവനിങ് പറയുന്നു. മലബാർ വാലി പറയുന്നു, ഇന്നലെ ചെമ്മീനിലെ പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ട് പാടിയില്ല. ഇന്ന് എന്തായാലും പാടും. അതെ, പാടും. പറ്റിക്കരുത്, പാടണം. ഇല്ല, പറ്റിക്കില്ല അജിത്തെ, പാടും. അയ്യപ്പന്റെ ഒരു പാട്ട് പാടുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ. ഇടയ്ക്ക് വെച്ച് പാടാനാണെങ്കിൽ തുടർക്കഥ എന്ന സിനിമയിലെ പാട്ട് തന്നെ പാടണം രവികുമാർ പറയുന്നു. അത് ഏത് പാട്ടാണ് അങ്ങ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. പിന്നെ സതീശൻ പറയുന്നു, പ്രവി ഇടയ്ക്ക് പാട്ട് പാടണം എന്ന് തീരുമാനിച്ചത് നല്ലൊരു തീരുമാനമാണ്. അങ്ങനെ ആകുമ്പോൾ വൈകി വരുന്നവർക്കും പാട്ട് കേൾക്കാമല്ലോ എന്ന് റീന സതീശൻ പറയുന്നുണ്ട്. അതെ, പാട്ടുകൾക്കിടയിലെ വാർത്താ പരിപാടി കൊള്ളാമെന്ന് ജോണി ഇ.കെ പറയുന്നുണ്ട്. വാർത്തകൾക്കിടയിലെ വാർത്തകൾക്കിടയിലെ അല്ല, പാട്ടുകൾക്കിടയിലെ വാർത്താ പരിപാടി ജോണിയാണ് താഴെ വേദം പറഞ്ഞു, വാർത്തകൾക്കിടയിലെ പാട്ട് പരിപാടി തിരുത്തി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, എങ്ങനെ വേണമെങ്കിലും പറയാം. അതെ, സുലൈമാൻ ചോദിക്കുന്നുണ്ട്, ഗുഡ് ഈവനിങ് പ്രാപ്ര, സ്മിതയുടെ കാലിൽ എന്താണ് അവസ്ഥ? വേദനയുണ്ടോ? സ്മിതയുടെ കാലിൽ എന്ത് പറ്റി? സ്മിതല്ല, പ്രവിത. എന്റെ കാലിന്റെ കാര്യമാണോ ചോദിച്ചത്? ഞാൻ പ്രവിതയാണ് കേട്ടോ. പ്രാപ്രാന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്റെ കാലാണെങ്കിൽ നല്ല വേദനയുണ്ട്, കുഴപ്പമില്ല. പക്ഷെ പ്രേക്ഷകരെ കാണാതിരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് വന്നത്. 3-4 പാട്ട് പാടണമെന്ന് മലബാർ വാലി പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കമന്റുകളൊക്കെ പോരട്ടെ, നമ്മൾ അത് വായിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ചില വിശേഷപ്പെട്ട കാഴ്ചകൾ കാണിക്കാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് ഈവനിംഗ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത കാഴ്ചകൾ പ്രേക്ഷകരെ കാണിക്കുന്ന ആ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് ഇനി കടക്കാം. വിസ്മയത്തുമ്പത്ത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ തട്ടിക്കൊണ്ടു പോകുന്ന വാർത്തകൾ അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. നമുക്കും ഏറെ ആകാംക്ഷയും ഭയവും ഒക്കെ തോന്നുന്ന വാർത്തകളാണ് പലപ്പോഴും, അല്ലേ? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, അല്ലെ മുതിർന്നവരെ തട്ടിക്കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ടല്ലോ. അപ്പോൾ മനുഷ്യരെ തട്ടിക്കൊണ്ടു പോകുന്ന വാർത്തകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിൽ അല്പം ഒരു വെറൈറ്റി വരികയാണ്. എവിടെ നിന്നാണെന്ന് അറിയാമോ? ചൈനയിലാണ്. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞൻ റോബോട്ട് മറ്റൊരു കമ്പനിയുടെ വലിയ റോബോട്ടുകളെ തട്ടിക്കൊണ്ടുപോയി. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് വരും കാലത്ത് എന്ന സൂചനയാണ് ഈ കഥയല്ല, ഈ സംഭവം. കാണാം. റോബോട്ടുകൾ മറ്റു റോബോട്ടുകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകുമോ?
അങ്ങനെ സംഭവിക്കുമെന്നാണ് ചൈനയിൽ നിന്നുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നത്. ചൈനയിലെ ഹാങ്ഷോയിലെ എർബായ് എന്ന കുഞ്ഞൻ റോബോട്ട് ഷാങ്ഹോയിലെ വർക്ക് സ്റ്റേഷനിലുള്ള 12 റോബോട്ടുകളുമായി സംസാരിക്കുന്നതാണ് CCTV ദൃശ്യങ്ങളുടെ തുടക്കം. വലിയ റോബോട്ടിനോട് എർബായിയുടെ ചോദ്യം, നിങ്ങൾ ഓവർടൈം ജോലി ചെയ്യുന്നുണ്ടോ? ജോലിയിൽ നിന്നും മോചനമില്ലെന്ന് വലിയ റോബോട്ടിന്റെ മറുപടി. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് എർബായിയുടെ ചോദ്യം. തനിക്ക് വീടില്ലെന്ന് വലിയ റോബോട്ടിന്റെ മറുപടി. എന്നാൽ തന്നോടൊപ്പം വീട്ടിലേക്ക് വരാൻ എർബായി വലിയ റോബോട്ടുകളോട് ആവശ്യപ്പെട്ടു. ഗോ ടു ഹോം എന്ന കമാൻഡ് എർബായ് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള 12 റോബോട്ടുകളും എർബായിയെ പിന്തുടരാൻ തുടങ്ങി. തട്ടിക്കൊണ്ടുപോകൽ യഥാർത്ഥമാണെന്ന് എർബായിയുടെ നിർമ്മാതാക്കളായ കമ്പനി സ്ഥിരീകരിച്ചു. തങ്ങളുടെ റോബോട്ടുകളുടെ ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ എർബായിക്ക് എങ്ങനെ ആക്സസ് ചെയ്യാനായെന്നും ഷാങ്ഹായിലെ റോബോട്ട് കമ്പനിയും സ്ഥിരീകരിച്ചു. വലിയ റോബോട്ടുകളിലെ സുരക്ഷാ പിഴവുകളാണ് കുഞ്ഞൻ റോബോട്ട് ചൂഷണം ചെയ്തത്. എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോകൽ AI സംവിധാനങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും റോബോട്ടുകൾക്ക് ഓട്ടോണോമസ് ശേഷി നൽകുമ്പോഴുണ്ടാകുന്ന അപകടകരമായ അവസ്ഥയെപ്പറ്റിയും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ ഒരു പരീക്ഷണമായിരുന്നെന്ന് പിന്നീട് ഹാങ്ഷോ കമ്പനി സ്ഥിരീകരിച്ചു. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും തട്ടിക്കൊണ്ടുപോകൽ രസമായിട്ടുണ്ടല്ലേ? പിന്നെ അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ്സ് ആ മേഖലയിൽ ഉണ്ടാകും. അപ്പോൾ മാത്രമല്ല കമാൻഡാണ് ഗോ ടു യുവർ ഹോം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലങ്ങ് പോയി. അതെ, അപ്പൊ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ല എന്നതായിരുന്നു ഒരു കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും പ്രാധാന്യതയായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അത് മാറ്റി പഠിക്കേണ്ടി വരും. സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് യന്ത്രമനുഷ്യർ മാറുന്നു, യന്ത്രങ്ങൾ മാറുന്നു. കാലം മാറുമ്പോൾ നമ്മൾ ഇനി ഇത്തരം ഒരുപാട് വിസ്മയങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇനി നമുക്ക് ചൈനയിൽ നിന്ന് നേരെ എങ്ങോട്ടാ വരേണ്ടത്? നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയിലേക്ക് പോയാലോ? കേരളത്തിലേക്ക് തന്നെ വരാം. ഓക്കെ. കശ്മീരിലെ കാലാവസ്ഥയിൽ മാത്രം വിളയുന്ന കുങ്കുമപ്പൂ അത് വയനാട്ടിലും കൃഷി ചെയ്ത് ഒരു യുവ എഞ്ചിനീയർ. നെന്മേനി മലവയൽ സ്വദേശി പദ്യാന ശേഷാദ്രിയാണ് എഞ്ചിനീയറിംഗ് മേഖലയോട് ആ ജോലിയോട് തന്നെ വിട പറഞ്ഞ് കുങ്കുമപ്പൂ കൃഷിയിലേക്ക് തിരിഞ്ഞത്. വീടിന്റെ ടെറസിലാണ് ഈ വേറിട്ട കൃഷിരീതി. ശേഷാദ്രിയുടെ വീടിന്റെ മട്ടുപ്പാവിലാണ് കുങ്കുമപ്പൂ വിരിയുന്നത്. മണ്ണും വെള്ളവും വേണ്ടാത്ത എയറോപോണിക്സ് രീതിയാണിത്. കശ്മീരിന്റെ കാലാവസ്ഥ വീടിന് മുകളിൽ കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്നു. സിവിൽ എഞ്ചിനീയറായ ശേഷാദ്രി ജോലിയുടെ ഇടവേളകളിലാണ് ഈ രീതി പഠിച്ചത്. പിന്നെ പ്രയോഗത്തിൽ വരുത്തുകയായിരുന്നു. കശ്മീരിൽ മാത്രം വളർത്തുന്ന ഒരു സ്പൈസാണ്. ഇതിലോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഡേൺ ടെക്നോളജി അതുപോലത്തെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കൃഷി രീതിയിലോടുള്ള രീതിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോഴേക്കും ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലെന്ന് തോന്നി. അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. മലവയലിലെ വീടിന്റെ മേൽക്കൂരയിലാണ് കൃഷി. താപനില, ഈർപ്പം എന്നിവ നിലനിർത്താൻ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്നു. പ്രകാശത്തിനായി ഗ്രോ ലൈറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈർപ്പം കൂട്ടാനും കുറയ്ക്കാനുമെല്ലാം യന്ത്രസഹായമാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവാണ് പൂക്കൾ വിടരുന്ന സമയം. മികച്ച വില ലഭിക്കുന്ന ഒന്നാണ് കശ്മീർ കുങ്കുമപ്പൂവ്. അങ്ങനെ കാശ്മീർ വിഭവം വയനാട്ടിലും ഒരുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ യുവ എഞ്ചിനീയർ. 24 വയനാട്. അപ്പോൾ അടിപൊളിയല്ലേ? അപ്പൊ ഇവിടെയും അത് കുങ്കുമപ്പൂ കൃഷി ഇങ്ങനെയും നടത്താം. കുങ്കുമപ്പൂവിന് ഭയങ്കര വിലയാണ്. അതാണ് കൃഷി ചെയ്തത്. വരുമാന അതിസമ്പന്നമാകാം. ഒഴിവാക്കിയത് എഞ്ചിനീയറിംഗ് ജോലിയാണ്. അതാണ് ഈ പറയുന്ന പ്രജന്റ് എഞ്ചിനീയറിംഗ് പഠിച്ചതാട്ടോ. അതുകൊണ്ട് ഞാനും കൃഷി തുടങ്ങണമെന്നാണോ? നമുക്ക് നോക്കാല്ലേ, ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊന്ന് പോകണം, കണ്ണൂരിലേക്ക്. അവിടെ നിന്ന് വലിയൊരു മോഷണം നടന്നു കഴിഞ്ഞ രാത്രിയിൽ. വലിയെന്ന് വെച്ചാൽ വലിയ മോഷണമാണ് അല്ലെ. ആ റിപ്പോർട്ടിലേക്കാണ്. കണ്ണൂർ വളപട്ടണത്താണ് പൂട്ടിയിട്ട വീട് കുറ്റിത്തുറന്ന് വൻ കവർച്ച നടന്നത്. 300 പവനും 1 കോടി രൂപയുമാണ് കവർന്നത്. കണ്ണൂരിലെ വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണമുണ്ടായത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി റൂറൽ SP അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച വീട് പൂട്ടി മധുരയിലെ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അഷ്റഫും കുടുംബവും. ഇന്നലെ രാത്രി മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഇന്നലെയാണ് മധുരയിൽ നിന്ന് വന്നത്. രാത്രി 9:15 മണിക്ക്. അപ്പോൾ ഇത് വീട് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ സ്വർണ്ണവും പൈസ എല്ലാം പോയിട്ട് കാണുന്നുണ്ട്. ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല. ഇതിന് അക്കൗണ്ട് നോക്കിയാലേ മനസ്സിലാവും. സ്വർണ്ണം ഏതല്ല അവരെ മകളതും
പിന്നെ മകൻ്റെ ഭാര്യൻ്റെത് അതല്ല. കാരണം ഇവിടെ ലോക്കറിലുണ്ട്, ഇവിടെ വെക്കില്ല. പിന്നെ പെങ്ങളത് അവർ ഒരു CCTV രണ്ടാളുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. വീടിന്റെ മതിൽ ചാടിക്കടന്ന് മോഷ്ടാക്കൾ അകത്തു കിടക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ പ്രകാരം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. അടുക്കള ഭാഗത്തെ ഗ്രിൽ തകർത്ത മോഷണ സംഘം ജനൽ അഴിച്ചുമാറ്റി ബെഡ്റൂമിനുള്ളിൽ കടന്നു. അലമാര തകർത്ത് ബെഡ്റൂമിലെ ലോക്കറിന്റെ താക്കോൽ കണ്ടെത്തി. തുടർന്ന് ലോക്കർ തുറന്ന് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും കവർന്നു. വീടിന്റെ മുകൾ നിലയിലെ മുറിയിലും മോഷണ ശ്രമം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ. ടീം നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് അനുസരിച്ച് ബാക്കി നടപടി എടുക്കും. ഇതുവരെ പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടി എടുക്കും. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടി. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. മോഷണം നടന്ന മുറിയിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ സഞ്ചരിച്ചു. മോഷ്ടാക്കൾ റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. മോഷണം നടന്ന വീടുമായി അടുത്ത ബന്ധമുള്ളവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. 24 കണ്ണൂർ. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് ഈവനിംഗ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ രാഷ്ട്രീയ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മഹാരാഷ്ട്രയിലേക്കാണ്. മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവിടെ സസ്പെൻസ് തുടരുകയാണ്. ദേവേന്ദ്ര ഫട്നവിസിനായി BJPയും ഏക്നാഥ് ഷിൻഡെയ്ക്കായി ശിവസേനയും കടുംപിടുത്തം തുടരുകയാണ്. എന്തായാലും വോട്ടെടുപ്പിൽ കൃത്രിമം ആരോപിച്ച കോൺഗ്രസ് VVPAT സ്ലിപ്പുകൾ എണ്ണണമെന്ന ആവശ്യവുമായി മറ്റൊരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസോ ഏക്നാഥ് ഷിൻഡെയോ ആരാകും മുഖ്യമന്ത്രി? ഡൽഹിയിൽ മുന്നണി നേതാക്കൾ അമിത്ഷായുമായി ചർച്ച ചെയ്ത ശേഷം പ്രഖ്യാപനമുണ്ടാവും. BJPയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച ഫട്നാവിസ് തന്നെ വേണമെന്ന് RSS ആവശ്യപ്പെട്ടു. NCP നേതാവ് അജിത് പവാറും ഈ ആവശ്യത്തിൽ ഒപ്പമുണ്ട്. എന്നാൽ മറാത്ത സമുദായക്കാരായ ഏക്നാഥ് ഷിൻഡെയ്ക്ക് ഒരിക്കൽ കൂടി അവസരം വേണമെന്ന് ഷിൻഡെ വിഭാഗം ആവശ്യപ്പെടുന്നു. ലാഡ്ലി ബഹൻ പോലെ തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടായ പദ്ധതി ഷിൻഡെയുടെ ബുദ്ധിയെന്നാണ് വാദം. മുംബൈയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഷിൻഡെയെ പിണക്കാൻ BJP ശ്രമിച്ചേക്കില്ല. ഒരു മുഖ്യമന്ത്രി 2 ഉപമുഖ്യമന്ത്രിമാർ എന്ന ഫോർമുല തന്നെയാവും നടപ്പാവുക. നിലവിലെ സർക്കാരിന്റെ കാലാവധി നാളെ അവസാനിക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ വ്യാപക തിരിമറി നടന്നെന്നാരോപിച്ച കോൺഗ്രസ് തോറ്റ മണ്ഡലങ്ങളെല്ലാം VVPAT സ്ലിപ്പുകൾ എണ്ണണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. വെള്ളിയാഴ്ച വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ നൽകാനുള്ള സമയം. അതേസമയം ഡൽഹിയിലെത്തിയ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ ഹൈക്കമാൻഡിനോട് രാജ്യസന്നദ്ധത അറിയിക്കും. 24 മുംബൈ. അപ്പോൾ അങ്ങനെ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ സസ്പെൻസ് അവിടെ തുടരുന്നുണ്ട്. ആരുടെ വാദമാകും, ആരുടെ പിടിവാശിയാകും ജയിക്കുക നമുക്ക് കണ്ടറിയാം. ഞാൻ കാത്തിരിക്കുന്നത് മറ്റൊരു നാടകത്തിനാണ്. കാരണം മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ മഹാനാടകങ്ങളുടെ നാടാണ്. ഇത്തവണ നോക്കാം എന്തൊക്കെ നാടകങ്ങൾ അവിടെ അരങ്ങേറുന്നത്. കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ വീണ്ടും ഒരുപാട് കമന്റുകളുണ്ട്. ജോസഫ് പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാട്ട് നിർത്തരുത്. വാർത്തകൾക്കിടയിലെ പിരിമുറുക്കത്തിന് വളരെ നല്ലതാണ് പാട്ട്. സുലൈമൻ അബ്ദുൽ ഖാദറിന്റെ ഒരു കമന്റ് ഞാൻ വായിക്കാമേ. അപ്പൊ നേരത്തെ പ്രവിധ നേരത്തെ കാലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ സ്മിതയുടെ പേര് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ സുലൈമൻ അബ്ദുൽ ഖാദർ മറുപടി അയച്ചിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് വായിക്കാം. പ്രേക്ഷകർ ഒന്ന് കേട്ടോണേ. അയ്യോ സോറി കേട്ടോ, പെട്ടെന്ന് മെസ്സേജ് ഇടുന്നതിൽ പേര് മാറിയതാണ്, ക്ഷമിക്കണം പ്രജിത. പ്രവിത വി ഇതാ ഇവിടെ പുറകില് പേരുണ്ട്. പ്രവിത എന്നാണ് എൻ്റെ പേര്. അപ്പോൾ വീണ്ടും സുലൈമാൻ വളരെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് പേരെന്ന് തോന്നുന്നു. അപ്പോൾ ടോമി, വാർത്തകൾക്കിടയിൽ പാട്ട് പാടുന്ന ടെൻഷൻ കുറയാൻ നല്ലതാണ്. മിനി ബാബു പറഞ്ഞു, ഞാൻ പാട്ട് കഴിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് പാടൂന്ന് പറയുന്നു. ഇല്ല, ഇന്ന് നമ്മളെ പാട്ട് പാടിയിട്ടില്ല. ജയകുമാർ ചോദിക്കുന്നുണ്ട് 24ന്റെ ഗാനമേള ട്രൂപ്പ് തുടങ്ങിയാലോ എന്ന്. അത് അടുത്ത് തന്നെ ഉണ്ടാവും. കലീക്ക് ചോദിക്കുന്നു, ഹായ് പ്രജിൻ പ്രവിത ശുഭ സായാഹ്നം എന്ന് പറയുന്നു. ഓക്കെ, തിരിച്ചങ്ങോട്ടും നല്ലൊരു സായാഹ്നം നേരുന്നു. രവികുമാർ പോവാണ്, പ്രവിത ഇനി നാളെ കാണാം, കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞ് പോവാണ്. ചേട്ടാ അവിടെ ഇരിക്കുക. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. കാരണം ഇന്റർനെറ്റ് അത് എല്ലാവരുടെയും അവകാശമായി മാറിയിട്ടുണ്ട്. ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ദിനം പ്രവിതയ്ക്ക് അടുത്ത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു ഫുൾ 24 hours. പനി പിടിച്ച് കിടന്നപ്പോൾ നോക്കിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഉണ്ട്, ഇടയ്ക്ക് നമ്മൾ തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഓരോരുത്തരും ആ രീതിയിൽ ഇന്റർനെറ്റിൽ അത്രയും സ്വാധീനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പറയാം. അപ്പോൾ ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ദിവസം പൂർണ്ണമായിട്ടും ബുദ്ധിമുട്ടായില്ല. നമ്മളിപ്പോൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ പോട്ടെ, അപ്പോൾ ഈ സർക്കാർ കാര്യങ്ങൾ പോലും പല സേവനങ്ങളും നമുക്ക് അതുവഴിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ അവകാശമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്റർനെറ്റിനെ കുറിച്ച് പറഞ്ഞു വരുന്നതല്ലേ? അതെ, എന്താണ്? അതുകൊണ്ട് തന്നെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുകയാണ് ആരാണ്? കേരള സർക്കാർ. പുതിയ പദ്ധതിയുണ്ട്. K5 എന്നാണ് അതിന്റെ പേര്.
അപ്പോൾ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഈ KFI എന്താണെന്നുള്ളത്? ഏതായാലും അതെന്താണെന്ന് ക്രിസ്റ്റീന ചെറിയാൻ പറഞ്ഞു തരും. കാണാം ഇനി അല്പം സാമ്പത്തികം. വിരൽത്തുമ്പിൽ വിജ്ഞാനവും വിനോദവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന കുഞ്ഞൻ ഡിവൈസിൽ തോണ്ടിയിരിക്കുന്നവരാണ് പ്രായഭേദമന്യേ നമ്മളൊക്കെ. ചിലർക്ക് വേണ്ടത് ഇൻഫോ, ചിലർക്ക് ഫൺ, ചിലർക്ക് വാർത്ത, ചിലർക്ക് പാട്ട്, മറ്റു ചിലർക്ക് ഡാൻസ്. അങ്ങനെ ആവശ്യം എന്തായാലും ഇതൊക്കെ കിട്ടാൻ നെറ്റ് വേണമല്ലോ. ചിലരെങ്കിലും വീടിന് പുറത്തിറങ്ങിയാൽ നെറ്റ് ക്ഷാമം കാരണം ബോറടിച്ച് ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കുന്നത് കാണാം. ഇനി ആ വിഷമം വേണ്ട. കേരള സർക്കാരിന്റെ സൗജന്യ വൈഫൈ പദ്ധതിയായ KFI ഉടൻ തന്നെ സേവനം ആരംഭിക്കും. ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമാണ് എന്ന ചിന്തയുടെ ഭാഗമായാണ് പദ്ധതി. എന്താണ് KFI? കേരള ഗവൺമെന്റ് വൈഫൈ ആണ് KFI എന്ന കുട്ടിപ്പേരിൽ അറിയപ്പെടുന്നത്. പ്രതിദിനം 1 GB ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൗജന്യമായി ലഭിക്കുന്നതാണ് പദ്ധതി. ഈ പരിധി കഴിഞ്ഞാൽ കുറഞ്ഞ നിരക്കിൽ റീചാർജ് ചെയ്യാം. എങ്ങനെ കിട്ടും KFI? മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് വൈഫൈ ഓണാക്കി KFI സെലക്ട് ചെയ്യുക. ചെന്ന് കയറുന്ന ലാൻഡിംഗ് പേജിൽ തന്നെ മൊബൈൽ നമ്പർ നൽകുക. അപ്പോഴൊരു OTP ലഭിക്കും. അത് നൽകി വെരിഫിക്കേഷൻ പൂർത്തിയായാൽ 1 GB വൈഫൈ 10 Mbps സ്പീഡിൽ സൗജന്യമായി ലഭിക്കും. എവിടൊക്കെ പോയിരുന്നാൽ ഫ്രീ വൈഫൈ കിട്ടും. തെരഞ്ഞെടുത്ത പൊതു ഇടങ്ങളിൽ കേരള ഗവൺമെന്റിന്റെ വൈഫൈ സൈറ്റിൽ ഈ സ്ഥലങ്ങളുടെ പട്ടിക ലഭ്യമാണ്. ഈ കാണുന്ന സൈറ്റിലേക്ക് അങ്ങ് കയറുക. ബസ് സ്റ്റാൻഡുകൾ, ജില്ലാ ഭരണകേന്ദ്രങ്ങൾ, പഞ്ചായത്ത് ഓഫീസുകൾ, പാർക്കുകൾ, സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, കോടതികൾ, പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ സൗജന്യ വൈഫൈ കിട്ടും. BSNLുമായി ചേർന്നാണ് തീരദേശത്തുൾപ്പെടെ ഈ സേവനം ലഭ്യമാകുന്നത്. എത്ര പേർക്ക് ഒരേ സമയം KFI ലഭിക്കും? നിലവിൽ ഒരു ഹോട്ട്സ്പോട്ടിൽ നിന്ന് 100 യൂസേഴ്സിനാണ് ഒരേ സമയം സൗജന്യ വൈഫൈ ഉപയോഗിക്കാനാകുന്നത്. അൺലിമിറ്റഡ് ആയി എന്തൊക്കെ കിട്ടും? എല്ലാ സർക്കാർ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും പരിധിയില്ലാതെ ലഭിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങളും ലഭ്യമാണ്. ആരാണ് ഈ സൗകര്യം ലഭ്യമാക്കുന്നത്? കേരള സംസ്ഥാന IT മിഷൻ ഏറെ ലളിതമായ പ്ലാറ്റ്ഫോം വഴി സേവനം ലഭ്യമാക്കുന്നതിനാൽ ആർക്കും ഈസിയായി ഇത് ഉപയോഗിക്കാമെന്നാണ് IT മിഷൻ പറയുന്നത്. മാത്രവുമല്ല, സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പറും ഹെൽപ്പ് ഡെസ്കും ഉണ്ടാകും. പ്രതിദിനം ശരാശരി 40,000 പേര് സേവനം ഉപയോഗിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എത്ര സ്ഥലങ്ങളിൽ സേവനം ലഭിക്കും? സംസ്ഥാനത്തൊട്ടാകെ 2023 ഇടങ്ങളിലാണ് സൗജന്യ വൈഫൈ സേവനം കിട്ടുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രം 221 ലൊക്കേഷനുകളിൽ KFI ലഭിക്കും. അപ്പോൾ റെഡിയല്ലേ? ഹാപ്പി ആൻഡ് സേഫ് സർഫിംഗ്. അപ്പോൾ പ്രജൻ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അത് നോക്കണം. ഇനിയിപ്പോൾ എന്തായാലും അത്രയും ഹൈ സ്പീഡിൽ ഈ രീതിയിലുള്ള സേവനം സർക്കാർ നൽകുകയാണെങ്കിൽ അത് ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ അവകാശമായിട്ട് ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം മാറിയിട്ടുണ്ട്. നമുക്കിനി മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോയാലോ പ്രജൻ? ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ നിന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ശബരിമല സന്നിധാനത്ത് 15-കാരൻ അതുൽ കൃഷ്ണയ്ക്ക് പുണ്യദർശനം. കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട അതുലിനെ പോലീസുകാരാണ് സന്നിധാനത്ത് എത്തിച്ചത്. കട്ടപ്പന സ്വദേശിയായ ഈ 15-കാരൻ 2ാം തവണയാണ് അയ്യപ്പ ദർശനത്തിനായി മല കയറി എത്തിയത്. എല്ലാവരെയും പോലെ 6 വയസ്സുവരെ ഓടി നടന്നതാണ് അതുൽ കൃഷ്ണ എന്ന ഈ 15-കാരൻ. വില്ലനായി എത്തിയ പനി അതുലിനെ ഇങ്ങനെയാക്കി. തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സ തുടരുന്നതിനിടെയാണ് അയ്യപ്പന്റെ അനുഗ്രഹം തേടി സന്നിധാനത്തെത്തിയത്. കട്ടപ്പന സ്വദേശികളായ ജയബാലൻ ദീപ ദമ്പതികളുടെ മൂത്ത മകനാണ് അതുൽ. 3 തവണ മല കയറ്റാമെന്ന നേർച്ചയാണ് 2ാം തവണയും അതുലിനെ സന്നിധാനത്തെത്തിച്ചത്. 3 വർഷം ചവിട്ടിച്ചകം നേർന്നതാ. 3ാം ക്ലാസ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓടി സ്കൂളിൽ പോയിക്കൊണ്ടൊക്കെ ഇരുന്നു.
പിന്നെ എന്നാ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പോലീസുകാരുടെ കൈകളിലിരുന്ന ഒടുവിൽ കൺനിറയെ അതുലിന് അയ്യപ്പ ദർശനം. അച്ഛനും അമ്മൂമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പമാണ് അതുൽ സന്നിധാനത്തെത്തിയത്. സ്വാമി കണ്ടോ? ദീപനെ കണ്ടോ? നല്ലോണം കണ്ടോ? നേരത്തെ വന്നിട്ടുണ്ട്. ആരുടെ കൂടെ വന്നേ? അച്ഛൻ, അപ്പ, മമ്മി, ചേട്ടായി. അടുത്ത വർഷവും ഇതേ സമയം ശബരിമലയിൽ എത്തുമെന്ന് പറഞ്ഞാണ് അതുലിന്റെ മടക്കം. ക്യാമറമാൻ NS സജീവിനൊപ്പം MG പ്രതീഷ്, 24 സന്നിധാനം. അങ്ങനെ എത്രയെത്ര ഭക്തരെയാണ് പോലീസുകാരുടെ സഹായത്തോടെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഭാഗമാകുന്ന പോലീസുകാർക്കും ഒരു ബിഗ് സല്യൂട്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പം മാത്രമല്ല, ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ എന്താണ് പറയുക, ഓരോ തവണ ഇപ്പോൾ 2ാം തവണയാണ് ആ കൊച്ചുമ്മനും അവിടെ പോകുന്നത്. അപ്പം മനസ്സിൻ്റെയൊക്കെ ശക്തി ഇതാണ്. നമ്മുടെ അത്തരം പോസിറ്റീവ് വാർത്തകളാണ് നമ്മുടെ ഈ ഗുഡ് ഈവനിങ് ഷോയിൽ കൂടുതലായി ഉൾപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. കുട്ടികളുടെ സിനിമ ഈ ബന്ധം സൂപ്പറാ പ്രദർശനം ആരംഭിച്ച് 2 വാരം പിന്നിടുന്നതിന്റെ ആഘോഷം കോഴിക്കോട് ആശീർവാദ് സിനി പ്ലസിൽ നടന്നു. സംവിധായകൻ N രാമചന്ദ്രൻ നായർ, ദീപക് ധർമ്മടം, ബാലതാരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് ലിറ്റിൽ ഡാഫോഡിൽ സ്കൂൾ നിർമ്മിച്ച സിനിമയിൽ മേജർ രവി, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളായ അബിൻ ജോസഫ്, ദേവിക രാജ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ദീപക് ധർമ്മടം പള്ളി വികാരിയായി മികച്ച അഭിനയം കാഴ്ചവെച്ചു എന്നാണ് സിനിമ കണ്ട ആൾക്കാരെല്ലാം പറയുന്നത്. അതിൽ നമുക്കുണ്ട് സന്തോഷം അല്ലേ? കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യവുമല്ല. പ്രിൻസിപ്പാൾക്ക് ഹോം മിനിസ്റ്റർ പരിചയമുണ്ടല്ലോ, അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണം. മിനിസ്റ്റർ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഫാദറെ. എന്താ ചെയ്യാ, നമ്മുടെ തലയിലെഴുത്ത്. നമുക്ക് അത് അനുഭവിക്കാനാ യോഗം. ലക്ഷ്മി ടീച്ചറെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? യെസ്, അപ്പോൾ ദീപക് ധർമ്മടം ഇതിനു മുമ്പും പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഇത് മറ്റൊരു ക്യാരക്ടറാണ്, പള്ളി വികാരിയായിട്ടാണ് ഈ ചിത്രത്തിൽ ദീപക് ധർമ്മടം വേഷമിട്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മുടെ ഗുഡ് ഈവനിങ് ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയും കുറച്ച് വിശേഷങ്ങൾ കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട് അല്ലേ? മെസ്സി വരുമോ? എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴേ ആരെ ഓർമ്മ വരുന്നത് അറിയോ? നമ്മുടെ ഡെസ്കിലെ രഞ്ജു മത്തായി അവിടെ പോയപ്പോൾ അല്ലേ, ഖത്തറിലെ വേൾഡ് കപ്പിന് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് മെസ്സി വരുമോ എന്ന് ചോദിച്ചാൽ ലാലേട്ടൻ വരുമോ ഇല്ലേ എന്ന ചോദ്യത്തിലാണ് ഇപ്പോൾ. ആ ചോദ്യത്തിന് പകരം മെസ്സി വരുമോ എന്ന് കേരളം എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജന്റീനയുടെയും ലിയോണൽ മെസ്സിയുടെയും വരവ് കാത്തിരിക്കുകയാണ് കേരളത്തിലെ കായിക പ്രേമികൾ. കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഫുട്ബോൾ ഇതിഹാസം മെസ്സിയും അർജന്റീന ടീമും എത്തുന്നു എന്ന വിവരം നമ്മുടെ കായിക വകുപ്പ് മന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഈ വാർത്തയെ എങ്ങനെ കാണുന്നുവെന്ന് നമുക്ക് നോക്കാം അവരുടെ പ്രതികരണങ്ങളിലേക്ക്. മെസ്സിയൊക്കെ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് വാർത്ത കേട്ടായിരുന്നോ? മെസ്സി വന്നാൽ ആരായിരിക്കണം എതിരെ നിന്ന് കളിക്കേണ്ടത്? ഖത്തറിനായിട്ടുള്ള അല്ലെങ്കിൽ സൗദി ടീമിനായിട്ടാണ് ആഗ്രഹം. നമ്മളിപ്പോൾ അവിടെയാണ് ഇപ്പോൾ സൗദിയിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട്. മെസ്സി വരും, ബ്ലാസ്റ്റേഴ്സ് മുട്ടും, അതാണ് നമ്മൾ ആഗ്രഹം. ഇവിടെ ഉള്ളവരല്ലേ കേരളം? അല്ല, ഞാൻ പറയാ കേരളത്തിൽ നിന്ന് കേരളമല്ലേ കളിക്കുന്നത്. റൊണാൾഡോ ഫാനാണ്, പക്ഷെ മെസ്സി കേരളത്തിൽ നമുക്കൊരു ഇതാണല്ലോ ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ. എല്ലാവരും ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നുണ്ട്, എന്താ പറയുക, ക്യാഷ് നമ്മൾ വേറെ എന്തെങ്കിലും ചിലവഴിച്ചോടെ അങ്ങനെയാണ്. പിന്നെ സ്പോൺസർഷിപ്പ് ആയതുകൊണ്ട് പിന്നെ വല്ലാണ്ട് പ്രശ്നങ്ങളില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിൽ നിന്ന് ഏതെങ്കിലും ടീം എടുക്കും എന്നുള്ളതാണ് കേട്ടത്. എനിക്ക് ഐഡിയ ഇല്ല, അതാണ് കേട്ടിരുന്നത്. അതായത് ഏഷ്യയിൽ നിന്ന് ഏതെങ്കിലും നല്ല ടീമുകൾ എടുക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആവുമ്പോൾ പൊതുവെ
ATK അങ്ങനെ പിന്നെ ക്ലബ്ബ് ആയതുകൊണ്ട് പിന്നെ വലിയ ഇതായില്ല. ഏതെങ്കിലും നല്ല ടീം എടുക്കണോ നല്ലത്. ഇന്ത്യൻ ടീമിനെ കളിക്കണം. ഫഹദ് സമദ് മെസ്സിക്കെതിരായി കളിക്കണം. ഇവിടെ നമ്മൾ ഏറ്റവും സപ്പോർട്ടർ ആയിട്ടുള്ള ഈ ബ്ലാസ്റ്റേഴ്സ് അല്ലേ, നമുക്ക് വേൾഡ്സ് ബെസ്റ്റിന്റെ അടുത്ത് കളിക്കണ്ടേ. നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീം കളിക്കാം. പിന്നെ ഏഷ്യയിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഏഷ്യയിൽ വലിയ ടീമായ ഖത്തറുണ്ട്, ആ ഖത്തറിനെ ഒന്ന് കളിപ്പിക്കാം. ഒരു ടീം കേരള പ്രസിഡന്റ് കുറേ പേര് കളിക്കുന്നു പറയുമ്പോൾ അതും അങ്ങനെയാകാം. സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് മെസ്സിയെ പോലത്തെ മികച്ചൊരു പ്ലെയർ കേരളത്തിലേക്ക് വരാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ അഭിമാനം തോന്നുന്ന ഒരു രോമാഞ്ചാവുന്ന ഒരു നിമിഷമാണ്. ഞാൻ ആക്ച്വലി റൊണാൾഡോ ഫാനാണ്, മെസ്സി അല്ല. മെസ്സി വന്നാൽ വരില്ല, കാണുന്ന ആഗ്രഹമുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയെ കുറച്ചുകൂടെ മാറ്റം വരും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മെസ്സി വരുന്നതിൽ ഉറപ്പായിട്ടും ആവേശമുണ്ട്. പക്ഷേ മെസ്സി വരുമോ ഇല്ലേ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അർജന്റീന ടീം വരുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കേരള ഫുട്ബോൾ വളരണം, കേരളത്തിലെ ഫുട്ബോളിനെ ലോകം അറിയണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മൾ, ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആയിരുന്നാലും. അപ്പോൾ അതാണ് അവരുടെ അഭിപ്രായം. അതെ, വരട്ടെ, മെസ്സി വരട്ടെ, ടീം വരട്ടെ. ഇവിടെ എന്താണ് പറയുക, വലിയൊരു ആരവവും വലിയ ഉത്സവവും ഒക്കെ ആയി അത് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി അല്ലേ പ്രജൻ? ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു പ്രേക്ഷകരോട്. ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ നാളെ കൂടുതൽ വിശേഷങ്ങൾ പറയാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നാളെ വൈകിട്ട് 4 മണിക്ക് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അപ്പോൾ തൽക്കാലം വിട പറയുകയാണ്. ഇന്ന് ഇതുവരെയുടെ സമയമാണ്. ഡോക്ടർ ഉന്മേഷ് ശിവരാമനും സോനാജി റീജനും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം. ബൈ.